1982 ജൂലൈ 8 ബാഗ്ദാദിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ വടക്ക് മാറി ഈന്തപ്പനകൾ തണൽ വിരിച്ച പൊടി നിറഞ്ഞ ഒരു കാർഷിക ഗ്രാമമാണ് ദുജൈൽ. ആ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ പ്രഭാതമായിരുന്നില്ല. അത് ഭീകരതയുടെ, രക്തത്തിൻ്റെ, ഒരിക്കലും മാഞ്ഞു പോകാത്ത കണ്ണീരിൻ്റെ ഒരു കറുത്ത ദിനമായിരുന്നു. സൂര്യരശ്മി കിഴക്കുതിച്ച് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദുജൈലിൻ്റെ ആകാശത്ത് അന്നൊരു ഇരുട്ട് പരന്നിരുന്നു. തലമുറകളായി അവിടെ തഴച്ചു വളർന്ന ഈന്തപ്പനകൾക്കിടയിലൂടെ ആണുങ്ങളെ അവരുടെ വീടുകളിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ കുട്ടികളുടെ നിലവിളികൾ അലമുറയിട്ടു. ആ നിലവിളികൾ തോട്ടങ്ങൾക്കുമേൽ ഒരു ദുശകനം പോലെ തങ്ങി നിന്നു. കൈക്കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് സ്ത്രീകൾ നിസ്സഹായരായി നോക്കി നിന്നു. കാരണം ഇറാഖിൻ്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ്റെ സുരക്ഷാ സേന തങ്ങളുടെ മണ്ണിൽ ഒരു വ്യവസ്ഥാപിതമായ പീഡനത്തിനും കൊലപാതക പരമ്പരയ്ക്കും തുടക്കം കുറിക്കുകയായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന ഔദ്യോഗിക ക്യാമറാമാൻ ആ ഭീകര ദൃശ്യങ്ങളെല്ലാം ഒപ്പിയെടുത്തു. സ്വയം ഒരു വിധികർത്താവായി മാറിയ ഏകാധിപതിയുടെ ചോദ്യം ചെയ്യലുകൾ, ദയയ്ക്കായി കേണപേക്ഷിക്കുന്ന ഗ്രാമവാസികളുടെ ദയനീയ മുഖങ്ങൾ, അധികാരത്തിൻ്റെ തണുത്ത യാന്ത്രികമായ വേഗത, ചോദ്യം ചെയ്യലിൻ്റെ കൂടാരത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട യുവാക്കളിൽ ഒരാൾ ദീനമായി കേണു. തിരിച്ചറിയൽ കാർഡ് കാണിച്ചുകൊണ്ട് ദയവായി എന്നെ വിട്ടേക്കൂ, ഞാൻ പോപ്പുലർ ആർമിയിൽ സേവനം ചെയ്യുന്നവനാണ്. അവിടെ യാചനകളെല്ലാം ചെവിയില്ലാത്ത ഭിത്തികളിൽ തട്ടി തിരിച്ചു വന്നു. ദയ എന്ന വാക്ക് ആ നിമിഷം ദുജൈലിൻ്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമായിരുന്നു. സദ്ദാം ഹുസൈൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തീ മാത്രമായിരുന്നു ജ്വലിച്ചിരുന്നത്. ആ ദിവസം പൊടിപടലങ്ങൾ അടങ്ങിയപ്പോഴേക്കും ദുജൈൽ ഗ്രാമം നിശബ്ദമായി. പക്ഷേ ആ നിശബ്ദത ഭയത്തിൻ്റെതായിരുന്നു. 1500-ലധികം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 148 പുരുഷന്മാരും ആൺകുട്ടികളും വധശിക്ഷയ്ക്ക് വിധേയരാകാൻ പോകുകയായിരുന്നു. വരും ദിവസങ്ങളിൽ അവർ തൂക്കുമരത്തിലേക്ക് നടന്നെടുക്കുമായിരുന്നു. മുഴുവൻ കുടുംബങ്ങളെയും അബു ഗ്രൈബ് ജയിലിലേക്ക് നാടുകടത്തി. ഈ ജയിൽ പിന്നീട് ഇറാഖിൻ്റെ ഭീകരതയുടെ പര്യായമായി മാറി. നവജാത ശിശുക്കളോട് കൂടിയ അമ്മമാർ അവിടെ തടവറയിൽ കിടന്നു മരിച്ചു. പുറം ലോകം അറിയാത്തത്ര ഭീകരമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. വിശപ്പും രോഗവും പീഡനവും അവരുടെ ജീവനെടുത്തു. ദുജൈലിൻ്റെ ജീവരക്തമായിരുന്ന തോട്ടങ്ങൾ, അവരുടെ കാർഷിക അടിത്തറ സദ്ദാമിൻ്റെ ഉത്തരവനുസരിച്ച് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി അവരുടെ തലമുറകൾക്ക് അന്നം നൽകിയ ഈന്തപ്പനകൾ വെട്ടിമാറ്റി. ഇതായിരുന്നു ദുജൈൽ കൂട്ടക്കൊല. ലോകം പിന്നീട് ഏറെക്കാലം ശ്രദ്ധിക്കാതെ പോയ, എന്നാൽ അവസാനം സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റാൻ കാരണമായതും ഈ സംഭവമാണ്. എന്നാൽ ഇത്രയും ഭീകരമായ ഒരു കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിടാൻ കഴിവുള്ള ആ മനുഷ്യൻ ആരായിരുന്നു? പൊടിപിടിച്ച ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു കുട്ടി എങ്ങനെയാണ് വ്യവസായ തലത്തിലുള്ള ഭീകരതയുടെ ശില്പിയായി മാറിയത്? എന്തിനായിരുന്നു അയാൾ അവരെ കൊന്നൊടുക്കിയത്? എന്തിനാണ് സദ്ദാമിനെ പിടികൂടി തൂക്കിലേറ്റത്?